ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? ഞാൻ ദേ പതിവ് പോലെ തന്നെ എൻ്റെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചായ വെച്ചു. ചായയല്ല, കാപ്പി. ഇന്ന് കാപ്പിയാണ് കേട്ടോ വെച്ചത്. കാപ്പി വെച്ചു. ചോറ് ദേ അടപ്പത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പിള്ളേർക്ക് ക്ലാസ് ഇല്ലെങ്കിലും ചേട്ടന് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ ദേ അരിയൊക്കെ ഞാൻ അടപ്പത്തിട്ടിട്ടുണ്ട്. അരി അവിടെ കിടന്ന് വേവട്ടെ. നൂലപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്നലത്തെ സാമ്പാർ കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ നൂലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേ വെള്ളമൊക്കെ തിളപ്പിച്ച് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് അരിപ്പൊടി ഇട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്ത് ചൂടാറി കഴിയുമ്പോൾ ഇഡ്ഡലി തട്ടിൽ പിഴിഞ്ഞെടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഇത് ഇഡ്ഡലി തട്ടൊക്കെ ഞാൻ റെഡിയാക്കി കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് പുരട്ടി വെച്ചിട്ടുണ്ട് അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ നൂലപ്പം അവിടെ ഇരുന്ന് റെഡി ആവുന്നുണ്ട്. നമ്മുടെ പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പണികളൊക്കെ ഓരോന്നോരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ കേട്ടോ എനിക്ക് എല്ലാ ദിവസവും എൻ്റെ വീഡിയോ ആയിട്ട് ഇടാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ട് കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഞാൻ ഒരു തുടക്കക്കാരിയാണ്. അപ്പോൾ എനിക്ക് ശരിക്കും അറിയില്ല വീഡിയോസ് എടുക്കാനും അതിൻ്റെ ഇതൊന്നും അറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഇങ്ങനെ വെറുതെ ചെയ്ത് നോക്കുന്നതാണ്. പരീക്ഷണങ്ങളാണ് നിങ്ങൾ കാണുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾ കാണുന്നതിന് ഒരുപാട് നന്ദി. പിന്നെ ഞാനൊരു വീട്ടമ്മ ആയതുകൊണ്ട് തന്നെയും ജോലിക്ക് പോകാത്തത് കൊണ്ടും വരുമാനം ഇല്ലാത്തത് കൊണ്ടും എനിക്ക് വേറെ പുറത്ത് പോയൊന്നും വീഡിയോ എടുക്കാനുള്ളൊരു സാധ്യതയൊന്നുമില്ല കേട്ടോ. ഞാൻ ഈ വീട്ടിലെ കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് വെച്ച് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാണ് കേട്ടോ. അപ്പോൾ എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഇരട്ടി പേര് കാണുന്നുണ്ട് എൻ്റെ വീഡിയോസ്. അപ്പോൾ എനിക്കതിൽ ഭയങ്കര സന്തോഷമായി. പിന്നെ നമുക്കും അറിയാം ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവരൊക്കെ വളരെ ചുരുക്കം ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും പുറത്ത് പോകണതും സിനിമയ്ക്ക് പോകണതും ഡ്രസ്സ് എടുക്കാൻ പോകണതും ഷോപ്പിങ്ങിന് പോകണതും അങ്ങനെ പുതിയ കാര്യങ്ങൾ കാണാനായിരിക്കും എല്ലാവർക്കും ഇഷ്ടം. ഈ പറഞ്ഞ എനിക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇഷ്ടം. ഇപ്പം ഞാൻ ചാനൽ തുടങ്ങിയ പിന്നെയാണ് ഞാൻ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി ഇപ്പം ഞാൻ ഇങ്ങനെയുള്ള കുറേ വീഡിയോസും ചാനലുകളൊക്കെ സബ് ചെയ്ത് കാണാൻ തുടങ്ങിയത്. അപ്പം ഞാനിപ്പോൾ അങ്ങനെ കുറച്ച് ചാനലുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കാണും ഞാൻ. കാരണം നമ്മൾ ഇതിനകത്തേക്ക് വലിയ എന്താ പറയുക യൂട്യൂബിൽ വലിയ സംഭവങ്ങളൊന്നും ഇല്ലാത്തവർക്കും വ്യൂസൊക്കെ കിട്ടി രക്ഷപ്പെട്ടു പോകണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാനും അങ്ങനെ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ചാനൽ തുടങ്ങിയപ്പോഴാണ് നമുക്കതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാവണത് കേട്ടോ. അപ്പോൾ അതേ മോൻ അവന് പനി